Expo 2020 conduct ചെയ്യുമ്പോൾ അതിന്റെ ടാഗ് ലൈൻ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? Anybody who remembers the tagline? Connecting minds, creating future. ലോകത്തിന് മുന്നിൽ അവർ അന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് us coming together that enables us to solve big problems of the world എന്നാണ്. So the next session is something that addresses a similar question. ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം how important partnership is. But how do we make sure that these partnerships are effective? ആ സെഷനാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻ. ആരെ പാർട്ട്ണറായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം, അതെങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം അല്ലേ? പലർക്കും പല ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പല ബിസിനസ്സും തെറ്റിപ്പിരിഞ്ഞ് അടിച്ച് പൊളിച്ച് പോകുന്ന സംഭവമാണ്. പക്ഷെ അതെങ്ങനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാന്നുള്ളൊരു സെഷനാണ് ഇനി വരാൻ പോകുന്നത്. അത് നമുക്ക് കണ്ടക്ട് ചെയ്യുന്നത് വേറെ ആരുമല്ല, ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിത്വം. അദ്ദേഹം 20 വർഷത്തോളമായി കൺസൾട്ടൻസി എൻ്റർപ്രണർഷിപ്പിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. 7 രാജ്യങ്ങളിലായി 30-ലധികം ഇൻഡസ്ട്രീസിലൂടെ 150 കമ്പനികളിലേക്ക് എത്തിയ ഇദ്ദേഹം മുമ്പത്തെ കേരള ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ എക്സ്കോം കമ്മിറ്റി മെമ്പറായിരുന്നു. ഒരുപാട് കോർ വാല്യൂസ് പുള്ളി കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പറയാൻ ഇന്നത്തെ ദിവസം മതിയാവില്ല. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ആൻഡ് വെൽക്കം മിസ്റ്റർ അമീൻ അഹ്സൻ. മിസ്റ്റർ അമീൻ, വിത്ത് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്, ലെറ്റ്സ് വെൽക്കം Ameen. Thank you, Team FR. And hi, entrepreneurs. Is your partnership really effective, productive, professional, futuristic? നമ്മളിൽ പലരുടെയും ബിസിനസ് മിക്കവാറും പാർട്ട്ണർഷിപ്സ് ആയിരിക്കും. നമ്മുടെ പല ബിസിനസ്സുകളും പാർട്ട്ണർഷിപ്സ് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ ഒരു വിഷയം അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനിയുള്ള വേൾഡിൽ നമ്മളുടെ സ്വന്തം കഴിവുകൊണ്ട് മാത്രമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സംഭവ വിഭവം കൊണ്ട് മാത്രമോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ദ ഹോൾ വേൾഡ് ഈസ് അബൌട്ട് വാട്ട്? വർക്കിംഗ് വിത്ത് സംബഡി എൽസ്. അത് എക്സ്റ്റേണലി ആവാം, ഇന്റേണലി ആവാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സ്വന്തം ബിസിനസ്സിലുള്ള പാർട്ട്നേഴ്സിനെ കുറിച്ചിട്ടാണ്. പല ക്ലയൻസിനെ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ദി ഓൾവേസ് വാണ്ട് us to consult them on improving the performance of their employees and the managers. ടീമിനെ എങ്ങനെ ഇഫക്റ്റീവ് ആക്കാൻ പറ്റും, എങ്ങനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റും, സിസ്റ്റംസ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. എവറിഥിങ് ഈസ് അബൌട്ട് ദ പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഫോർ ദം. ബട്ട് ദേ റെയർലി ടോക്ക് അബൌട്ട് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്: ഹൗ ഡു മാനേജ് ദംസെൽവ്സ്. 1, 2, 3, 4 പാർട്ട്നേഴ്സ് ഉണ്ടാവും. I'm not talking about sleeping partners. Investors കുറിച്ചല്ലേ ഉദ്ദേശിക്കുന്നത്. People are in the field, people are working, people are making serious decisions in business. അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് പലപ്പോഴും അവർ ഇഗ്നോർ ചെയ്യലായിരിക്കും. അവരതിനെ കുറിച്ച് അങ്ങനെ സംസാരിക്കില്ല. Part of the reason is they do not know about it, and the other part is they are afraid to talk about it. കാരണം അതിപ്പോൾ കുറച്ച് വർഷമായി നമ്മൾ പാർട്ട്നേഴ്സായി തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ അതിപ്പോൾ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവില്ലേ? അതെങ്ങനെ നമ്മൾ സംസാരിക്കുക? അല്ലെങ്കിൽ ചില പാർട്ട്നേഴ്സ് വളരെ അഗ്രസീവ് ആയിരിക്കും, ചില ആൾക്കാർ വളരെ സോഫ്റ്റ് ആയിരിക്കും. ആൻഡ് ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്ന സമയത്ത് വളരെ സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോയി എന്ന് വിചാരിച്ചത് കൊണ്ട് ദാറ്റ് മേ നോട്ട് ബി ദ കേസ് ഓവർ ദ ടൈം. കാരണം തിങ്സ് ചേഞ്ച്, മാർക്കറ്റ്സ് ചേഞ്ച്, പീപ്പിൾ ചേഞ്ച്, സിറ്റുവേഷൻസ് ചേഞ്ച്. അപ്പോഴാണ് ഇവരുടെ ഇടയിലുള്ള ഇൻഎഡിക്വൻസീസ് പുറത്തു വരിക. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ബിഫോർ ദി ഓർഗനൈസേഷൻ ബിക്കംസ് പ്രൊഫഷണൽ, the partners have to become professional. They have to have a system inside them first. കാരണം ഒരു ഓർഗനൈസേഷൻ്റെ ഹെഡാണ് ലീഡർഷിപ്പ്. ആൻഡ് ഇൻ എ പാർട്ട്ണർഷിപ്പ് ദീസ് കളക്റ്റീവ് ഓഫ് പീപ്പിൾ ആർ ദ ലീഡർഷിപ്പ്. അപ്പോൾ അവരുടെ അടുത്ത് ആ ഒരു പ്രൊഫഷണലിസം, ആ സിസ്റ്റം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ട്രിക്കിൾ ദാറ്റ് ഡൗൺ ടു ദി ബോട്ടം, ബിക്കോസ് ദേ ആർ ദി റോൾ മോഡൽസ്. ആൻഡ് ഇഫ് ദേ ഇഗ്നോർ ദിസ് പാർട്ട്, ഇഫ് ദേ ഇഗ്നോർ ദ പാർട്ട് ഓഫ് ബീങ് ഇഫക്റ്റീവ് ഇൻ ദിയർ മാനേജ്മെന്റ്, എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ടു ഡിസ്പ്യൂട്ട്സ് ആൻഡ് ഫ്രസ്ട്രേഷൻസ്. ഓൾറെഡി ചിലപ്പോൾ നിങ്ങളിൽ പല ബിസിനസ്സുകാരും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി ആയിരിക്കാം. ഓൾറെഡി പലരും ചിലപ്പോൾ ഭാവിയിൽ അത് അനുഭവിക്കാൻ പോകുന്നൊരു സംഗതിയായിരിക്കും. The thing about having disputes and frustration inside your partnership is that it affects your strategical and operational matters. But strategical matters എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ let us say your organization is doing well, നിങ്ങളുടെ ബിസിനസ് നല്ലപോലെ പോകുന്നുണ്ട്, and you are having good sales and everything. അപ്പോൾ ഇനി നമ്മുടെ ബിസിനസ് എങ്ങനെ വളരണം എന്നുള്ള വിഷയത്തിൽ പല പാർട്ട്നേഴ്സിനും ഫേസ് ടു ഫേസ് കാണാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. ബിക്കോസ് അത് ഓർഗാനിക്കലി ഗ്രോ ചെയ്യണം, ഇൻഓർഗാനിക്കലി ഗ്രോ ചെയ്യണം, എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യണം, ഹൊറിസോണ്ടലി പോകണോ, വെർട്ടിക്കലി പോകണോ, അല്ലെങ്കിൽ നമ്മൾ റീജിയണൽ എക്സ്പാൻഷനിലേക്ക് പോകണം, അങ്ങനെയാണെങ്കിൽ ഏത് സ്ഥലത്തേക്ക് പോകണം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷനിലേക്ക് പോകണം.
ഇതിൽ ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് അഭിപ്രായങ്ങൾ ഉണ്ടാവും. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് they may not be able to come to any conclusion. And what happens in the boardroom, പാർട്ട്നേഴ്സിനെ ഉദ്ദേശിക്കുന്നത് വെറും പാർട്ട്ണർഷിപ്പ് ഫേംസിലെ പാർട്ട്നേഴ്സ് മാത്രമല്ല കേട്ടോ, ഡയറക്ടേഴ്സ് ഇൻ എ കമ്പനി. ഐ മീൻ ഇറ്റ് ഓൾ കംസ് അറ്റ് ഓഫ് യു. അപ്പോൾ എന്ത് സംഭവിക്കും? മീറ്റിംഗ് കൂടുന്ന സമയത്ത് തീരുമാനങ്ങളാവില്ല. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇൻ എ ബിസിനസ് വേർ യു കനോട്ട് ടേക്ക് ഡിസിഷൻസ്. ഇൻ എ ഫാസ്റ്റ് കോമ്പറ്റീറ്റീവ് വേൾഡ് യു ഹാവ് ടു ടേക്ക് വെരി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് വെരി ഫാസ്റ്റ്. അവിടെ പലപ്പോഴും ഇനി പ്രശ്നമാക്കണ്ട വിചാരിച്ചിട്ട് ആ ഒരു ഇഷ്യൂ നമ്മൾ എന്ത് ചെയ്യും? ഫ്രീസറിൽ വെക്കും. അതേപോലെ തന്നെ വെൻ യു ആർ ഹാവിംഗ് പ്രോഫിറ്റ്സ്, ഈ പ്രോഫിറ്റ്സ് എന്ത് ചെയ്യും? ഷുഡ് ബി വിഡ്രോ ദി ഹോൾ അമൗണ്ട് ഓർ ഷുഡ് ബി റീഇൻവെസ്റ്റ് ദി ഹോൾ അമൗണ്ട് ഓർ പാർട്ട് റീഇൻവെസ്റ്റ് ചെയ്യണോ? അങ്ങനെയാണ് ഏത് പെർസെൻറ്റേജ്? എവ്രി വൺ ക്യാൻ ഹാവ് എ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ. കാരണം അവരുടെ പിന്നെ പ്രിഫറൻസസ് വെച്ചിട്ടായിരിക്കും ഓൺ ദ ടേബിൾ വരുന്നത്. സോ ഹൗ ഡു യു മാനേജ് ദാറ്റ്? അതേപോലെ തന്നെ വി ആർ ലിവിംഗ് ഇൻ എ വേൾഡ് വെർ വി ഹാവ് ടു ചേഞ്ച് അവർ ബിസിനസ് മോഡൽസ് ഓൾ ദ ടൈം ബിക്കോസ് മാർക്കറ്റ് ഈസ് ചേഞ്ചിങ്, കസ്റ്റമേഴ്സ് ആർ ചേഞ്ചിങ്, എവറിത്തിങ് ഈസ് ചേഞ്ചിങ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബിസിനസ് എങ്ങനെ ഇന്നോവേറ്റീവ് ആവണം, നമ്മളെ ബിസിനസ് മോഡൽ എങ്ങോട്ട് മാറണം എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ഡിസിഷൻസിന്റെ മുകളിലൊന്നും തീരുമാനം എടുക്കാൻ പറ്റൂല. ഓപ്പറേഷണൽ എഫിഷ്യൻസി വിഷയത്തിലും ഇത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാർട്ട്നേഴ്സിന്റെ റോൾ തുടങ്ങിയ സമയത്ത് ചിലപ്പോൾ വ്യത്യാസപ്പെടുത്തേണ്ടി വരും ഓവർ എ പീരീഡ് ഓഫ് ടൈം. പണ്ടത്തെ റോള് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. സോ ഹൗ ഡു യു റീടോക്ക് അബൌട്ട് ദി ന്യൂ റോൾസ്? ആൻഡ് ന്യൂ റോൾസ് എന്ന് പറയുമ്പോൾ ന്യൂ റെസ്പോൺസിബിലിറ്റീസ്, ന്യൂ അക്കൗണ്ടബിലിറ്റി. പലപ്പോഴും പല പാർട്ട്ണർഷിപ്സിലും ഈ റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും റോൾസ് ഉണ്ടാവില്ല. എല്ലാവരും എല്ലാം ചെയ്യാന്ന് പറയാം. എല്ലാവരും എല്ലാം ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് നോബഡി ഈസ് റെസ്പോൺസിബിൾ ഫോർ എനിത്തിങ് ആൻഡ് നോബഡി ഈസ് അക്കൗണ്ടബിൾ ഫോർ എനിത്തിങ്. അതേപോലെ തന്നെ റെമ്യൂണറേഷൻ, അവർ ഡ്രോ ചെയ്യുന്ന അമൗണ്ട്സ്, ഇതിനൊക്കെ ഒരു പ്രോപ്പർ സ്ട്രക്ചറും സിസ്റ്റം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ദി റിസൾട്ട് വുഡ് ബി ഡിസ്പ്യൂട്ട്, ഫ്രസ്ട്രേഷൻസ് ആൻഡ് കൺഫ്യൂഷൻ. ഈ ഡിസ്പ്യൂട്ട്സ്, ഫ്രസ്ട്രേഷൻസ് ആൻഡ് കൺഫ്യൂഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ what will happen is that the business will either have a slow death or a quick heart attack. But dispute ലെവലിലേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഫൈറ്റ് ആയി. ലൈക്ക് യു നോ യു ആർ കോളിംഗ് നെയിംസ് ആൻഡ് ചിലപ്പോൾ ഫിസിക്കലൊക്കെ നടക്കുന്ന സംഗതി ആയിരിക്കും. വെൻ ദാറ്റ് ഹാപ്പൻസ് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് എന്താവും? ആ ബിസിനസ് ക്ലോസ് ഡൗൺ ചെയ്യുന്ന സാഹചര്യം വരും. പക്ഷെ പലപ്പോഴും നമ്മൾ നടക്കല് ഫ്രസ്ട്രേഷൻസ് ആണ്. മീറ്റിംഗ് കൂടുന്നു, സംസാരിക്കുന്നു, പക്ഷെ അയാൾക്ക് മനസ്സിലാവണില്ല. അയാൾക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാവണില്ല ഇത് ബിസിനസ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നത്തിലേക്കാവുന്നുള്ളതും, വി ഹാവ് ടു ചേഞ്ച് എന്ന രൂപത്തിൽ എന്നുള്ളതും, അല്ലെങ്കിൽ വി ഹാവ് ടു ഗോ ബൈ ദാറ്റ് എന്നുള്ളതും. അത് മനസ്സിലാക്കാൻ പറ്റാത്തതിൽ ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് ഉണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ ബിൽഡ് ചെയ്യും. ആൻഡ് ഇൻ ഫ്രസ്ട്രേഷൻ യു ഡോണ്ട് ഗോ ഫോർ എ കൺഫ്രണ്ടേഷൻ മോഡൽ, ബട്ട് യു ആർ ഹാവ് എ ഡിസാറ്റിസ്ഫൈഡ് പീപ്പിൾ സിറ്റിംഗ് ഇൻ ദ ബോർഡ്. ആൻഡ് വെൻ ദാറ്റ് ഹാപ്പൻസ് ദ ട്രസ്റ്റ് ലെവൽ ഗോസ് ഡൗൺ. ട്രസ്റ്റ് എന്ന് അയാൾ കക്കുന്നുള്ള ട്രസ്റ്റ് അല്ല, ഇതുകൊണ്ടൊന്നും നടക്കൂല എന്നുള്ളൊരു സംഗതി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളൊന്നും ആവില്ല എന്നുള്ളൊരു സംഗതി, അല്ലെങ്കിൽ തീരുമാനത്തിന് വേണ്ടി നമ്മൾ മീറ്റിംഗ് ഇരിക്കണൊക്കെ വെറുതെ വേസ്റ്റ് ആണല്ല, ആ ഒരു ലെവൽ ട്രസ്റ്റ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. And when that happens, communications goes down. And in a partnership, communication is very important. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ വെറുതെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. And communication goes down. And when that happens, the people working inside your organization, your managers, your employees, they will all smell that. കാരണം നമ്മൾ ആ ഒരു പ്ലാനോട് സബ്മിറ്റ് ചെയ്ത് പാസ്സായി കിട്ടുന്നില്ല, തീരുമാനങ്ങളൊന്നും ആവുന്നില്ല. And they will understand that this organization is not going in the right direction. ചില കേസസ് it will be confusions. അല്ല, ഇതിപ്പോ നമ്മൾ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ഓർഗനൈസേഷൻ പറ്റും? നമ്മളിപ്പോ എന്ത് തീരുമാനം എടുക്കുക? തീരുമാനമൊന്നും എടുക്കാൻ പറ്റാതെ കോമ്പറ്റീഷൻ ഇങ്ങനെ വെല്ലടിച്ച് പോകുമ്പോൾ ഇവിടെ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സാഹചര്യം വരും. അഗൈൻ ട്രസ്റ്റ് ആൻഡ് ദിസ് തിങ് ഗോസ് ഡൗൺ. ഇങ്ങനത്തെ ഓർഗനൈസേഷനിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ടൈം ലൈൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തുള്ളത്. സോ വെൻ യു ഓർഗനൈസേഷൻ പാർട്ട്നേഴ്സ് തമ്മിൽ ആ ഒരു ഒരു ഫേസിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു ടേക്ക് റൈറ്റ് ഡിസിഷൻസ്. ആൻഡ് ഐ ടെൽ യു, ഒരു ബിസിനസ് ഓണറിന്റെ only job should be to take right decisions, because പണി ചെയ്യേണ്ടത് മാനേജേഴ്സും എംപ്ലോയീസും ആണ്. The role of a partner and a director is to take the right decisions. അതൊരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അയാൾ ചെറുതും വലുതുമായി ചെയ്യുന്ന സംഗതി only taking right decision ആയിരിക്കണം. Because when he starts doing the job, then there will not be anyone to take the right decisions. Out of the box എന്തുകൊണ്ട് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ you have to be taking right decisions, and that will not happen when partners are not in sync. And when you don't take right decisions, you will not be able to allocate resources. ഓരോ കാര്യത്തിൽ റിസോഴ്സസ് നമുക്ക് വേണ്ടി വരും. അത് ചിലപ്പോൾ അലൊക്കേഷൻ ആവാം, ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. And that will not happen because you are not taking right decisions. And all this leads to poor leadership, responsibilities and accountability. കാരണം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ആരും തീരുമാനം എടുക്കില്ല, ആരും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കില്ല. ബിക്കോസ് യു ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ് ഡിസിഷൻ. ഒരു വെറുതെ ഞാൻ ഇതിനെ ഏറ്റെടുക്കേണ്ട ആവശ്യം എന്നൊക്കെയുള്ള രൂപത്തിലേക്കുള്ള കാര്യങ്ങൾക്ക് പോകും. And no planning about future happens. And that is one thing. നമ്മളെല്ലാവരും ആലോചിച്ച് നോക്കണം, how many of our businesses actually have a future plan?
most of us may be having a vision statement, ഒരു പേപ്പറിൽ ഉണ്ടാകും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ, but how many of actually truly believe in that? Most of us believe in the present. ഇതിനെക്കാട്ടും പ്രശ്നമായിരിക്കും when you actually have a partnership that which is limping or not functioning properly. Future എന്ന ക്വസ്റ്റ്യൻ പോയിട്ട് പ്രസന്റ് എങ്ങനെ പോകുക എന്നുള്ളതായിരിക്കും അവരുടെ മെയിൻ ഇഷ്യൂ ആയി വരുന്നത്. And because of all this, there will not be upgradation. There will not be upgradation of your business or skills or thought or leadership, nothing. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഓർഗനൈസേഷന് ഒരു റിയലിസ്റ്റിക് വിഷൻ ഓറിയന്റഡ് ആയിരിക്കില്ല, അവർക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല, ഇന്നോവേഷൻ ഉണ്ടാവില്ല, കാലത്തിനനുസരിച്ച് അവരുടെ ബിസിനസ് മോഡൽ ഷിഫ്റ്റുകൾ സംഭവിക്കൂല. ആൻഡ് ദ റിസൾട്ടിംഗ് തിങ് വുഡ് ബി ഹാവിംഗ് എൻ ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ഐദർ സ്റ്റാഗ്നന്റ് ഓർ ടോക്സിക്. ഒരു സ്റ്റാഗ്നന്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൾച്ചർ വളരെ സ്റ്റാഗ്നന്റ് ആയിരിക്കും, ഒരു ബ്യൂറോക്രാറ്റിക് ലെവലായി മാറിയിട്ടുണ്ടാവും. ഡേ ടു ഡേ കാര്യങ്ങൾ റുട്ടീനിൽ പോകുന്നല്ലാതെ ഒരു ഗ്രോത്തോ ഒരു ചേഞ്ച് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ലെവലിലേക്ക് പോകും. അതാവാനുള്ള ഒരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ the next step happens. Your competition will take away not only your customers but also your good people. കാരണം ഗ്രോ ചെയ്യാത്ത കമ്പനിയിൽ പിന്നെ വൈബ്രന്റ് ആയിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ നിൽക്കില്ല, ബിക്കോസ് ദേ വിൽ നോട്ട് സീ എനി ഫ്യൂച്ചർ ദർ. അപ്പോൾ അവരെ ഗ്രോ ചെയ്യുന്ന ഒരു കോമ്പറ്റീറ്ററിലേക്ക് അവർ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അവർ കയറിപ്പോകും. So you will end up having an organization where you're losing your best customers and your best employees, your best managers. And when that happens, your sales will go down, profits will go down, your brand image will go down, your brand value will go down, and your own children will not be interested in joining your business. കാരണം മക്കളെ സമയത്തോളം ആ ഫാദറിന്റെ പാർട്ണർഷിപ്പ് പോയിട്ട് കാര്യമില്ല, അവിടെ പാർട്ട്നേഴ്സ് തമ്മിലൊന്നും ശരിയില്ല, അവിടെ പോയി കഴിഞ്ഞാൽ ബി വേസ്റ്റിംഗ് മൈ ടൈം, ഇറ്റ്സ് നോട്ട് എ ഗ്രോയിങ് ഫേം എന്നുള്ള ഫീലിംഗ് ഉണ്ട്. അവർ പോലും എന്ത് ചെയ്യും, വേറെ വല്ല സ്ഥലത്ത് പോയി ജോലിക്കോ അല്ലെങ്കിൽ വേറെ വല്ല പരിപാടിക്ക് പോകും. സോ യുവർ ബിസിനസ് ഡൈസ്. ബട്ട് ഡിസ്പ്യൂട്ട് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഏത് ഫേസിൽ എന്ത് ചെയ്യാം, ബിസിനസ് ഇതൊന്നും കവർ ചെയ്യാതെ തന്നെ ഒറ്റയടിക്ക് ഷട്ടർ താഴെ വിടാം. സോ വി നീഡ് ടു ചേഞ്ച് ദാറ്റ്, ആൻഡ് ദർ ഈസ് എ ചേഞ്ച്. ആൻഡ് ദ ചേഞ്ച് ഈസ് നമ്മൾ ഒരിക്കലും ഒരു പാർട്ട്ണർഷിപ്പ് അല്ല, അത് വരുന്നോടത്ത് പോട്ടെ അല്ലെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന പകരം let us all take a concrete step to actually what? Build a process so that the bad things don't happen. പാർട്ട്ണർഷിപ്പ് ഒരു പ്രശ്നമാവുന്നതിന് മുമ്പ്, പ്രശ്നമായി കഴിഞ്ഞ കേസിൽ ബുദ്ധിമുട്ടാണ്, കാരണം ആ പ്രശ്നത്തിന്റെ ഡെപ്ത് അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പറയാൻ പാടില്ല അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും, ചെയ്യാൻ പാടില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. Now the damage has happened. But if you're having a good partnership and you're happy with what you're having right now, I think you should be doing these three things. First is learning part, second is planning, third is the implementation. ലേണിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്, ബിക്കോസ് എല്ലാ പാർട്ട്നേഴ്സും ഒരേ ലെവലിലാവില്ല. When you have 2 or 3 partners, they all come from different educational background, different experience, different exposure, different attitude, different personality. ഇവരെല്ലാവരും പല ലെവലിലേക്ക് നിൽക്കുന്നുണ്ടാവുക. അല്ല, അപ്പോൾ മോള് നിൽക്കുന്ന ഒരു ലെവലിൽ നിന്ന് നമ്മൾ സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ many people will not only understand it, many people will misunderstand it. അല്ലെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവിൽ സംഗതി മനസ്സിലാക്കുക. അങ്ങനെ സംഭവിക്കുമ്പോൾ what happens is that you will never be able to build a good organization. So that learning is very important. Understanding എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം അറിയണം. പിന്നെ വരാൻ പ്ലാനിങ്. അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരേ ബെഞ്ച് മാർക്കിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും ഒരേ ബെഞ്ച് മാർക്ക് തന്നെ പോരാതെ വരും. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്ത് ചെയ്യേണ്ടി വരും, മുകളിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്ലാനിങ് ദ ചേഞ്ച്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മുടെ പാർട്ട്ണർഷിപ്പ് സ്ട്രക്ചറിൽ ഇന്ന് ചേഞ്ചസ് വരുത്തണം, ഇന്ന് പ്രോസസ്സിൽ ചേഞ്ചസ് വരുത്തണം, ഇന്ന് പിന്നെ സിസ്റ്റംസ് നമ്മൾ കൊണ്ടുവരണം, ഇന്ന് ഗവർണൻസ് നമ്മൾ കൊണ്ടുവരണം. ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. ഇനി എന്ത് ചെയ്യണം, ലാസ്റ്റ് ഇംപ്ലിമെന്റേഷൻ. You should not implement all the changes at once because അത് ചിലപ്പോൾ ആൾക്കാർക്ക് അബ്സോർവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഫേസ് ബൈ ഫേസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. ടേക്കിംഗ് ദിസ് ഇൻ ടു കൺസിഡറേഷൻ, നമ്മളൊരു പുതിയ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഒരു വർക്ക്ഷോപ്പ്. ദ ലേണിംഗ് പാർട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ബിക്കോസ് ദ ലേണിംഗ് കംസ് ഫസ്റ്റ്, റൈറ്റ്? ഒരു വർക്ക്ഷോപ്പ് പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് ഇഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് പാർട്ട്നേഴ്സ് ഇൻ പാർട്ട്ണർഷിപ്പ്. ഇറ്റ്സ് എ 2-day വർക്ക്ഷോപ്പ് ആൻഡ് സപ്പോർട്ടഡ് ബൈ 1-to-1 അഡ്വൈസറി സർവീസ്. അഡ്വൈസറി സെഷൻ ഉണ്ടാവും. ഇത് കൂടാതെ തന്നെ ഒരു 30-day വാട്സാപ്പിൽ ഇവർ പഠിച്ച കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള ഒരു പിന്നെ ക്ലാരിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ 2-day വർക്ക്ഷോപ്സിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് 6 modules ആയിരിക്കും. ദ ഫസ്റ്റ് ഈസ് ഫൗണ്ടേഷൻ. കാരണം ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാതെ ഈ പാർട്ട്നേഴ്സിനൊന്നും നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻസും ഇതിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നതും അവരെ മൈൻഡ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് വൺസ് ദാറ്റ് ഈസ് ഓവർ, ദ സെക്കൻഡ് പാർട്ട് വുഡ് ബി യൂണിറ്റി ഓഫ് മൈൻഡ്സ്. പാർട്ട്ണർഷിപ്പ് പാർട്ട്നേഴ്സ് ഏതൊരു വിഷയത്തിൽ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിലും ദേ ഷുഡ് ഹാവ് ദ യൂണിറ്റി ഓഫ് മൈൻഡ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ സെക്കൻഡ് മോഡ്യൂൾ ഉണ്ടാവുക. ദ തേർഡ് ഈസ് കൾച്ചർ ഓഫ് ഗ്രോത്ത്. ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞ സംഗതിക്ക് ഒരു കൾച്ചർ വേണം, ഓർഗനൈസേഷനിൽ ഒരു കൾച്ചർ വേണം ഒരു ഗ്രോത്തിനുള്ള.
ആ കൾച്ചർ ഓർഗനൈസേഷനിൽ വരണമെന്നുണ്ടെങ്കിൽ ദാറ്റ് കൾച്ചർ ഹാസ് ടു ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ദി പാർട്ട്നേഴ്സ്. അപ്പൊ പാർട്ട്നേഴ്സിനുള്ളിൽ അങ്ങനത്തെ ഒരു ഗ്രോത്ത് കൾച്ചറിലേക്ക് എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും തേർഡ് മോഡ്യൂൾ. ആൻഡ് ഫോർത്ത് ഈസ് ഗവർണൻസ്. ആൻഡ് ഗവർണൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വിച്ച് ഈസ് നോട്ട് എക്സിസ്റ്റിംഗ് ഇൻ മോസ്റ്റ് പാർട്ട്ണർഷിപ്സ്. ഗവർണൻസ് മീൻസ് പാർട്ട്നേഴ്സിനായിട്ടുള്ള നമ്മുടെ ഡീലിംഗ് ഫോർമലൈസ് ചെയ്യുക. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും, നമ്മുടെ ഡീലിംഗ് എങ്ങനെയായിരിക്കും, റെസ്പോൺസിബിലിറ്റീസ് എന്തായിരിക്കും, അക്കൗണ്ടബിലിറ്റി എങ്ങനെയായിരിക്കും, നമ്മളൊരു വിഷയത്തിന് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, അതിനെല്ലാം ഒരു റിട്ടേൺ സ്ട്രക്ചർ ഉണ്ടാക്കി വെക്കുക. സോ ദാറ്റ് വെൻ സംതിങ് ഹാപ്പൻസ് അപ്പം വെച്ച് നമ്മളൊരു സാധനം ഉണ്ടാക്കണ്ട. കാരണം അപ്പം വെച്ച് ഉണ്ടാക്കുന്ന സമയത്ത് പലരും പല താല്പര്യത്തിനനുസരിച്ച് എതിർക്കാനും പിന്നെ സഹകരിക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട്. വെൻ ഇറ്റ് ഈസ് ഓൾറെഡി ഡൺ വെൻ ഇറ്റ് ഗുഡ് ടൈം, ആ വിഷയത്തിന് നമുക്ക് ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സ് പ്രകാരം നമുക്ക് തീരുമാനം എടുക്കാം എന്ന് പറയാൻ പറ്റണം. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഗവർണൻസ്. ഇപ്പോൾ കമ്പനീസ് ഒക്കെ വി ഹാവ് കോർപ്പറേറ്റ് ഗവർണൻസ്. അപ്പോൾ അതുപോലത്തെ ഒരു സംഗതി എന്ത് വേണം, പാർട്ട്ണർഷിപ്സിനും വേണം. ദെൻ ഫിഫ്ത്ത് കം സക്സഷൻ. എന്നും നമ്മളിവിടെ ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളുടെ ടൈം തീർന്നു പോകും. ചിലപ്പോൾ ലൈക്ക് വി ബിക്കം ഇൻകോമ്പീറ്റന്റ് ബിക്കോസ് നമ്മുടെ ഇന്നത്തെ സ്കിൽ നാളെ റെലവെന്റ് ആവണമെന്നില്ല. സോ സംബഡി ഹാസ് ടു കം ആൻഡ് ടേക്ക് അവർ പൊസിഷൻ. ദാറ്റ് കുഡ് ബി എ ഫാമിലി മെമ്പർ ഓർ ഇറ്റ് കുഡ് ബി സമൺ ഫ്രം ദി ഓർഗനൈസേഷൻ ഹിംസെൽഫ്. അപ്പോൾ അതിനുള്ളൊരു പാറ്റേൺ എന്ത് വേണം, നമ്മൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ആ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. പലപ്പോഴും ആ പോയിന്റ് എത്തിക്കണം എന്നുള്ളത് പോലും നമ്മൾ അറിയണമെന്നില്ല. ആൻഡ് വിൽ കണ്ടിന്യൂ ഇൻ ദിസ് ഫീൽഡ് വെൻ വി ഷുഡ് ബി ലിവിങ്. ഇനി ലീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആര് എങ്ങനെ ഏത് ആ ആളെങ്ങനെ ഗ്രൂം ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഫിഫ്ത്ത് മോഡ്യൂളിൽ വരുന്നത്. ആൻഡ് ദി സിക്സ് യു ഹാവ് ദ ലീഡർഷിപ്പ് അപ്ഗ്രേഡിങ്. നമ്മുടെ ഓർഗനൈസേഷനിൽ ഇരിക്കുന്ന പാർട്ട്നേഴ്സ് കണ്ടിന്യൂസ്ലി അപ്ഗ്രേഡഡ് ആവാനുള്ള എന്തൊക്കെ ചെയ്യണം എന്നുള്ളതായിരിക്കും. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ബിസിനസ്സസ് ഹാവ് ടു ബി ഗുഡ് സോ ദാറ്റ് വി ഹാവ് എ ഗുഡ് സൊസൈറ്റി. കാരണം ഒരു ബിസിനസ് നല്ല രീതിയിലല്ല പോകുന്നുണ്ടെങ്കിൽ it will have a negative impact on everybody. Because ഒരു ബിസിനസ് നമ്മൾ എടുത്തോളം there are hundreds of people working there and their families are involved, vendors are involved, customers are involved. So if a business is not healthy, it will go into bad practices knowingly or unknowingly and that will corrupt everything. അങ്ങനെയുള്ള ഒരുപാട് ബിസിനസ്സുകളാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ളതെങ്കിൽ it is going to have an economy where nobody trusts anyone, there is no quality, there is nothing goodness in that. So it is very important that we make the start by making our business a good example. Thank you. താങ്ക് യു സോ മച്ച്. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷൻ ആയിരുന്നു. ഈ ചെറിയ കയ്യടി പോരാ, നല്ലൊരു കയ്യടി അദ്ദേഹത്തിന് കൊടുക്കാം.